കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ തിരുവചനത്തിലെ ശ്രദ്ധയ്ക്കായി നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ സ്റ്റഡിയെക്കുറിച്ച് ഈ ദിവസങ്ങൾ ഈ ആഴ്ചകൾ നമ്മൾ പ്രാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ദൈവം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം ഭാഗങ്ങൾ പൂർത്തീകരിപ്പാൻ നമുക്ക് കൃപ നൽകിയ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മുദ്ര പൊട്ടിപ്പാൻ യോഗ്യനായ അറുക്കപ്പെട്ട കുഞ്ഞാട് മഹത്വം 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 എന്ന് കരേറ്റുവാൻ, അതെ, ദൈവത്തിൽ നിന്ന് ശക്തിയും കൃപയും മഹത്വവും എല്ലാം, പുകഴ്ചയും ബഹുമാനവും ആരാധനയും എല്ലാം അറുക്കപ്പെട്ട കുഞ്ഞാടിന് തന്നെ എന്ന് 4 ജീവികൾ, 24 മൂപ്പന്മാർ എല്ലാം ദൈവസന്നിധിയിൽ വീണ് ആ അറുക്കപ്പെട്ട കുഞ്ഞാടിന് മുമ്പാകെ നമസ്കരിക്കുന്ന, ആരാധിക്കുന്ന ആ ഭാഗങ്ങൾ നമുക്ക് പ്രാപിപ്പാൻ, ശ്രദ്ധിപ്പാൻ നമുക്ക് കൃപ നൽകിയനായി ആ സ്വർഗീയ സാന്നിധ്യം, ആ സ്വർഗീയ മനോഭാവം എന്തെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് കൃപ നൽകിയനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും തുടർന്ന് നമ്മൾ 6-ാം അധ്യായം മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതിന് മുന്നേ, വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ, വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പല ഇവൻറ്റ്സ് നമ്മൾ കാണാറുണ്ട്. അവിടെ സംഭവിക്കുന്ന പല യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഭൂകമ്പങ്ങൾ, അല്ലെങ്കിൽ ചിലയിടത്ത് കാഹളം ധ്വനിക്കുന്ന, മുദ്രകൾ പൊട്ടിക്കുന്ന ഭാഗം, അല്ലെങ്കിൽ ധൂപകലശം, ഇങ്ങനെ പല പല ഭാഗങ്ങളായിട്ട് ഇതിനെ വിഭാഗിച്ചിരിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതൊരു കണ്ടിന്യൂസ് സീക്വൻഷ്യൽ സ്റ്റോറി അല്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ സാധാരണ നമ്മളെല്ലാ ബിബ്ലിക്കൽ ടെക്സ്റ്റുകൾ വായിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ലേഖനങ്ങൾ വായിക്കുന്നത് പോലെ, പഴയ നിയമ പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെ നമ്മൾ അതിനെ വളരെ സീക്വൻഷ്യലായിട്ട് വായിച്ചു പോകുന്നു. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിലും ആ സീക്വൻസിൽ പാറ്റേൺ എന്ന് പറഞ്ഞാൽ 1 മുതൽ അവസാന അധ്യായം വരെയും വളരെ അത് എഴുതിയിരിക്കുന്നുവെങ്കിലും ഇത് തമ്മിൽ നമുക്ക് ബന്ധപ്പെടുത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ, 22-ാം അധ്യായം വരെ ഇതിനെ ബന്ധപ്പെടുത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ, അത് സീക്വൻഷ്യലായിട്ട് എഴുതിയിരിക്കെങ്കിലും ഇവൻ്റ് സീക്വൻഷ്യൽ അല്ല. നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അത് സീക്വൻഷ്യലായിട്ട് 1 മുതൽ 22-ാം അധ്യായം വരെ എഴുതിയെങ്കിലും അത് ഇവൻറ്റ്സ് സീക്വൻഷ്യൽ അല്ല, അതിലെ ഇൻട്രപ്റ്റീവാണ്. അത് നമ്മൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിന്ന് നമുക്ക് പ്രാപിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വെളിപ്പാട് പുസ്തകം ഒരു അപ്പോസ്തലൻ യോഹന്നാൻ ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകം 1:10 നമ്മൾ വായിച്ചപ്പോൾ നമ്മൾ ആ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചതാണ്. വെളിപ്പാട് പുസ്തകം എവിടുന്ന് ലഭിച്ചിരിക്കുന്നു, ആരിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്നു എന്ന് ഉള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുകയും പല പ്രാവശ്യം അത് നമ്മൾ ധ്യാനിക്കുകയും ചെയ്തതാണ്. എന്താണ്? കർത്ത ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മിർന, പെർഗമോസ് എന്ന സഭകൾക്ക് എഴുതുക എന്ന് പറയുമ്പോൾ, 7 സഭകൾക്ക് എഴുതുമ്പോൾ, അത് അവിടെ പറയുന്ന ആ ഭാഗം ശ്രദ്ധിക്കണം. I heard from behind me a loud voice like a sound of a trumpet. സ്തോത്രം. ഇത് ഒരു കാഹളത്തിൻ്റെ ശബ്ദത്തിനു തുല്യമായ ഒരു ശബ്ദത്തിൽ നിന്ന് പ്രാപിക്കുന്ന വെളിപ്പാടുകൾ എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ വെളിപ്പാടുകൾ രേഖപ്പെടുത്തുവാൻ യോഹന്നാന് ദൈവം കൈമാറുന്ന ചില മണ്ഡലങ്ങൾ. അപ്പോൾ ഇറ്റ്സ് എ സൗണ്ട് ഓഫ് എ പവർഫുൾ സൗണ്ട് ഓഫ് എ ട്രംപറ്റ്, അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് സൊഫാർ എന്ന് പറയും. SHOFAR, സോഫാർ. അപ്പോൾ അതൊരു മൃഗത്തിൻ്റെ കൊമ്പ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു കൊമ്പിൻ്റെ വിശുദ്ധമായ ഒരു മൃഗത്തിൻ്റെ, ഒരു ക്ലീൻ ആനിമലിൻ്റെ കൊമ്പിനെ അതിൻ്റെ അകത്തുള്ളതെല്ലാം ഹോളോ ആക്കി, ആ കൊമ്പിനൊരു പ്രത്യേകത ഉണ്ട്.
അത് നേരെയുള്ളതല്ലല്ലോ, കൊമ്പ് വളഞ്ഞിരിക്കുന്ന ഒരു കൊമ്പ്. സ്തോത്രം. അപ്പോൾ ഒരേ ശബ്ദത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു വോയിസാണ്, പക്ഷെ അതിന് പല വെളിയിൽ വരുമ്പോൾ അതിന് പല പിച്ചുണ്ട്, പല സിങ്ക് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഹൈ, ലോ, പിച്ച് എല്ലാം ഒരു പ്രത്യേക അനുഭവമാണ് ഈ സൊഫാർ ഊതുമ്പോൾ ആ ശബ്ദത്തിൽ നമ്മൾ പ്രാപിക്കുന്നത്. സോ നമ്മൾ മനസ്സിലാക്കണം, ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വെളിപ്പാട് നമ്മൾ പ്രാപിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിലും അതുപോലെ തന്നെ ഇതൊരു ലീനിയർ റെവലേഷൻ അല്ല, ഇറ്റ്സ് എൻ ഇവോൾവിങ് റെവലേഷൻ. നമ്മൾ വെളിപ്പാട് പുസ്തകം വളരെ വ്യക്തമായിട്ട് അത് പ്രാപിപ്പാൻ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എഴുതിയിരിക്കുന്നത് പോലെ നമ്മൾ സാധാരണ വായിക്കുന്നത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ? നമ്മളൊരു പുസ്തകം വായിച്ചു വരുന്നത് ലെഫ്റ്റ് ടു റൈറ്റ്, അല്ലെങ്കിൽ ഫ്രം ദ ലെഫ്റ്റ് മുതൽ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ ലീനിയർ ക്രോണോളജി. അപ്പോൾ അത് എല്ലാ പുസ്തകങ്ങളും നമ്മൾ അങ്ങനെ വായിക്കുന്നത്, നമ്മൾ പഠിക്കുന്നതുമെല്ലാം എന്നാൽ അതെല്ലാം കഥയാണ്, എല്ലാം ഇറ്റ്സ് എ സ്റ്റോറി. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പലതും പ്രാപിക്കുമ്പോൾ, അല്ലെ പലതും നമ്മൾ വായിക്കുമ്പോൾ, അതൊക്കെ പലയിടത്തും മറഞ്ഞിരിക്കുന്ന ചില മർമ്മങ്ങൾ തിരിച്ചറിയണമെങ്കിൽ, ഈ ഇവൻറ്റുകൾ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, സ്തോത്രം, നമുക്ക് ഈ പൂർണ്ണമായ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അർത്ഥം മനസ്സിലാകത്തില്ല. ബിക്കോസ് അങ്ങനെയാണ് വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ ഞാനത് പറഞ്ഞു. വെളിപ്പാട് പുസ്തകം സഭയ്ക്ക് വേണ്ടി എഴുതിയ ഒരു അപ്പോക്കലിപ്റ്റിക് ബുക്കാണെന്ന് പറഞ്ഞാൽ വരുവാനിരിക്കുന്നതിനെക്കുറിച്ച്, റോമൻ സാമ്രാജ്യത്തിനെതിരെ ദൈവം ഒരു ന്യായവിധി അയക്കുന്നു എന്ന് വെച്ചാൽ സഭയെ ഉപദ്രവിക്കുന്നത് റോമൻ സാമ്രാജ്യമാണ്. അപ്പോൾ റോമൻ സാമ്രാജ്യത്തിനെതിരെ 7 സഭകളോട് ഒരുങ്ങേണ്ടതിന് 7 സഭകൾ ഹല്ലേലൂയ. ഈ 7 സഭകൾ ഇന്ന് ആയിരിക്കുന്ന തുർക്കി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അന്നത്തെ ഏഷ്യ മൈനർ എന്ന് പറയുന്ന സ്ഥലത്ത് 7 സഭകൾക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് കൽപ്പിക്കുകയാണ്, അവരുടെ ആലോചന പകരുകയാണ്. നിങ്ങൾ ഈ വണ്ണം ഒരുങ്ങണം, ഹല്ലേലൂയ. നിങ്ങൾ ജീവകിരീടം പ്രാപിക്കണമെങ്കിൽ, നിങ്ങൾ ദൈവനാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ചെവിയുള്ളവൻ കേൾക്കട്ടെ, കണ്ണുള്ളവൻ കാണട്ടെ എന്ന് പറഞ്ഞതുപോലെ, ദൈവികമായ വെളിപ്പാട് ഓരോ സഭകൾക്കും ദൈവം കൊടുക്കുന്നതിൻ്റെ കാരണം, റോമൻ സാമ്രാജ്യം സഭയെ ഉപദ്രവിക്കുന്നുണ്ട്. സഭയെ ഉപദ്രവിക്കുന്നതിനെതിരെ ഈ സഭകൾ ഒരുങ്ങണം, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. അടുത്ത് സംഭവിക്കുവാനിരിക്കുന്നതും പിന്നത്തേതിൽ വരുവാനിരിക്കുന്നതിനെ കുറിച്ചും, കാലങ്ങളും സമയങ്ങൾക്കും ശേഷം വരുവാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും ഒക്കെ പൂർണ്ണമായി ആ സഭയ്ക്ക് അറിയേണ്ടതിനാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പലയിടത്തും അക്കങ്ങളുള്ളത്, നമ്പേഴ്സ് ഉള്ളത്, കളേഴ്സ് ഉള്ളത്, ക്യാരക്ടേഴ്സ് ഉള്ളത്, പല സ്വഭാവത്തിലുള്ള വ്യക്തികൾ വെളിപ്പെടുന്നത്. നമ്മളതൊക്കെ ഒത്തിരി കാണുന്നതാണ്. ഹല്ലേലൂയ. ചിലയിടത്ത് കള്ളപ്രവാചകൻ വരുന്നു, ചിലയിടത്ത് കടലിൽ നിന്ന് ഒരു ജീവി കയറി വരുന്നു, ചിലയിടത്ത് ചുമന്ന കുതിര, ചിലയിടത്ത് വെള്ളക്കുതിര. ഇതൊക്കെ അതുമാത്രമല്ല, 7 രാജ്യങ്ങളെ ഭരിക്കുന്ന പല അടയാളത്തോടും ഗോഗ് മാഗോഗ് അല്ലെങ്കിൽ അർമഗദോൺ എന്ന് പറയുന്ന പല കാര്യങ്ങൾ സ്ഥലത്തെ ആസ്പദമാക്കി എഴുതുന്ന പല മർമ്മങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് നമ്മളിത് ലീനിയർലി നമ്മൾ പഠിച്ചാൽ ചിലപ്പോൾ നമുക്കതിന് ക്ലാരിറ്റി ഉണ്ടാവത്തില്ല. പക്ഷേ അതിനെ നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഈ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് നമ്മൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ വെളിപ്പാട് പുസ്തകം പഠിക്കാൻ പോകുന്നത്. സ്തോത്രം. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ ലീനിയർ റെവലേഷൻ, ഇറ്റ് ഈസ് എ റിപ്പിറ്റേറ്റീവ് നേച്ചർ. എന്ന് പറഞ്ഞാൽ റിപ്പിറ്റേറ്റീവ് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു യുദ്ധമുണ്ടെങ്കിൽ 4 യുദ്ധങ്ങളെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം പറയുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ 4 യുദ്ധങ്ങൾ 4 ഭാഗങ്ങളിൽ രേഖപ്പെടുത്തുന്ന ഭാഗങ്ങളുണ്ട്. സ്തോത്രം. അപ്പോൾ ഇന്ന് നമ്മൾ അത് തൊടുന്നതിന് മുന്നേ, ഈ അടുത്ത ആഴ്ചയിൽ നമ്മൾ ഇതിനെയൊക്കെ ആഴത്തിൽ പഠിക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഈ രാത്രിയിൽ നമ്മൾ പ്രാപിപ്പാൻ നമ്മൾ പോകുവാണ്. പക്ഷേ ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. അപ്പോൾ 4 യുദ്ധങ്ങൾ നമ്മളതൊന്ന് വായിക്കാൻ വേണ്ടി, നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾ വായിക്കുവാൻ വേണ്ടി, വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള ഭാഗങ്ങൾ, അവിടെ ഒരു 6th ട്രംപറ്റ്, 6ാമത്തെ കാഹളം ഊതുമ്പോൾ അവിടെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ പിന്നെ ബാറ്റിൽ നമ്പർ 2, വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 12 മുതൽ 16 വരെ,
ആമേൻ. അവിടെ അടുത്തൊരു യുദ്ധം നടക്കുന്നതിനെക്കുറിച്ച്, മൂന്നാമത്തെ യുദ്ധം വെളിപ്പാട് പുസ്തകം 19 അധ്യായം 17 മുതൽ 21 വരെ. അതുപോലെ തന്നെ നാലാമത്തെ യുദ്ധം വെളിപ്പാട് പുസ്തകം 20 അധ്യായം 7 മുതൽ 10 വരെ. അപ്പോൾ പല യുദ്ധങ്ങളെക്കുറിച്ചും ഈ പുസ്തകം രേഖപ്പെടുത്തുന്നു. 4 യുദ്ധങ്ങൾ. പക്ഷെ ഈ യുദ്ധങ്ങൾ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോഴാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ക്ലാരിറ്റി നമുക്ക് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം 4 യുദ്ധം വ്യത്യസ്തമായ യുദ്ധങ്ങളെന്ന് നമ്മൾ വിചാരിക്കും. അതിന് കാരണമുള്ളത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ലിറ്റൺ, ഈ ബുക്കുകൾ, ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ചാപ്റ്ററുകൾ ലീനിയറായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു 9 കഴിയുമ്പോൾ 10, 11, 12 അങ്ങനെ അങ്ങ് എഴുതി പോയിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് ആ റെഫറൻസിന് ഞാൻ പറഞ്ഞത്, ആദ്യത്തെ യുദ്ധം ചാപ്റ്റർ 9, രണ്ടാമത്തെ യുദ്ധം ചാപ്റ്റർ 16, പിന്നെ കിടക്കുന്നത് 19ഉം 20ഉമാണ്. അപ്പോൾ ഈ യുദ്ധങ്ങൾ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ എന്താണ് ഇതിൻ്റെ സത്യമെന്ന് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ആമേൻ, നമ്മൾ ഇച്ചിരി കൺഫ്യൂഷനിലേക്ക് കയറുന്നില്ല, നമ്മൾ ഇച്ചിരി ക്ലാരിറ്റിയിലേക്ക് കയറട്ടെ. ആമേൻ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രമാണപ്രകാരം, അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം പല ജ്ഞാനികൾ, പല ബിബ്ലിക്കൽ സ്കോളേഴ്സ് പഠിച്ച ഈ ആഴത്തിൽ PhD എടുത്തിരിക്കുന്ന അനേകരുണ്ട് ഈ പുസ്തകത്തെക്കുറിച്ച്. പക്ഷെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ദർ ഇസ് എ ടേം കോൾഡ് മിലിയനിസം, അല്ലെങ്കിൽ മിലീനിയം. മിലീനിയം എന്ന് പറഞ്ഞാൽ 1000 ആണ്ടുവാഴ്, 1000 years reign of the Lord. 1000 വർഷം കർത്താവ് ഈ ഭൂമിയിൽ വാഴുന്ന 1000 ആണ്ട്, ഇതിനാണ് മിലീനിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിലീനിയം എന്ന് പറയുന്ന പദത്തിൽ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കർത്താവ് മടങ്ങി വരും, രണ്ടാമത്, ഹിസ് കമ്മിങ് ദ സെക്കൻഡ് ടൈം. അന്ന് ഈ ഭൂമിയിൽ കർത്താവ് വാഴുമ്പോൾ ഭൂമിയിൽ എന്തുണ്ടാവും? സമാധാനം ഉണ്ടാവും, ദൈവത്തിൻ്റെ നീതി വെളിപ്പെടും, ദൈവം ഈ ഭൂമിയെ സകലത്തിലും വാഴുന്നവനായിത്തീരും. കർത്താവ് സമാധാനത്തോടെ ഈ ഭൂമിയിൽ വാഴുന്ന 1000 ആണ്ട്. നമ്മൾ പലരും കേൾക്കുന്ന ഒരു പദമാണ് 1000 ആണ്ട് വാഴ്ച, അല്ലേ? സോ പക്ഷേ ഈ പുസ്തകത്തിൽ പല വിശ്വാസികൾക്ക് ഇന്നും ആമേൻ, ഒരേ സഭയിൽ ഒരേ ആശയത്തിലുള്ളവർക്ക് പോലും ആമേൻ, ശരിക്കും പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ട്രൂത്ത് എന്താണെന്ന് ഇപ്പോഴും ആർക്കും ക്ലാരിറ്റി ഇല്ലെന്ന് തന്നെ പറയാം. പലരും പല പ്രസംഗങ്ങൾ കേൾക്കുന്നു, പല കാര്യങ്ങൾ കേൾക്കുന്നു. പക്ഷേ ഈ രാത്രിയിൽ നമ്മൾ ഏതിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് പറയുവാനല്ല ഞാൻ ഈ രാത്രിയിൽ ഒതുങ്ങുന്നത്. പക്ഷേ നമ്മൾ ഈ 3 രീതിയിലുള്ള ഡോക്ട്രിൻ നമ്മൾ ക്ലിയർ ആകണം എന്ന് തിരിച്ചറിയണം. അപ്പോൾ ഒന്ന്, ഇറ്റ് ഈസ് കോൾഡ് പ്രീ മിലീനിയം. പ്രീ മിലീനിയം എന്ന് പറഞ്ഞാൽ കർത്താവ് 1000 ആണ്ടിന് മുന്നേ വരും. ദാറ്റ് ഈസ് കോൾഡ് പ്രീ മിലീനിയം. സെക്കൻഡ്, ദെയർ ഇസ് കോൾഡ് പോസ്റ്റ് മിലീനിയം എന്ന് പറഞ്ഞാൽ കർത്താവ് 1000 ആണ്ട് കഴിഞ്ഞിട്ടേ കർത്താവ് വരത്തുള്ളൂ. പിന്നെ ദെയർ ഇസ് കോൾഡ് എ മിലീനിയസം എന്ന് വെച്ചാൽ ഈ 1000 ആണ്ടെന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല, ഇറ്റ്സ് ഓൺലി എ നമ്പർ. അപ്പോൾ ഈ 3 പദത്തിലുള്ളത് നമ്മൾ ഈ രാത്രിയിൽ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയെങ്കിലേ ഈ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. നമുക്ക് നമ്മളുടേതായ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ഈ ക്ലാസ്സുകൾ കൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ വി ആർ നോട്ട് ട്രൈങ് ടു ഫോഴ്സ് സംതിങ് ഓൺ സംബഡി. അപ്പോൾ വെളിപ്പാട് പുസ്തകം 20:4 നമുക്ക് ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 20:4. Revelation chapter 24. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരും ആയവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. അപ്പം 1000 ആണ്ട് ആരോടുകൂടി വാഴും? ക്രിസ്തുവിനോട് കൂടെ വാഴും. സോ വളരെ ക്ലിയർ ആയിട്ട് വെളിപ്പാട് പുസ്തകം 20 അധ്യായം 4 വാക്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു, 1000 ആണ്ട് കർത്താവ് ഈ ഭൂമിയിൽ വാഴും. ആരോടുകൂടി? തൻ്റെ വിശുദ്ധന്മാരോട്, മുദ്ര ഇല്ലാത്തവരോടുകൂടി. ആമേൻ. കർത്താവിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പുമുള്ളവർ. സോ ക്രൈസ്റ്റ് വിൽ റെയിൻ പേഴ്സണലി അപ്പോൺ ദിസ് എർത്ത് ഫോർ 1000 years. അത് ക്ലിയർ ആണ്, അല്ലേ? സോ അപ്പോൾ ഈ 1000 ആണ്ട് വാഴ്ചയിൽ സ്തോത്രം
കർത്താവിനോട് കൂടെ ആരുണ്ട്? തൻ്റെ വിശുദ്ധന്മാരുണ്ട്, അല്ലെങ്കിൽ മുദ്ര ഏൽക്കാത്തവരുണ്ട്. അപ്പോൾ ഈ മുദ്രയെക്കുറിച്ച് ഇപ്പോഴും പലർക്കും ആ ക്ലാരിറ്റി ഇല്ല. പലർക്കും പല ഉപദേശങ്ങൾ. സ്തോത്രം. ഒബാമ കെയർ വന്നപ്പോൾ ഒബാമ കെയർ 666 മുദ്ര എന്ന് പറഞ്ഞു. ഇപ്പോൾ കോവിഡ് വാക്സിൻ 666 മുദ്ര എന്ന് പറഞ്ഞ് പലരും പ്രസംഗിക്കുന്നു. ഇനി അടുത്തൊരു രോഗം വരുമ്പോൾ അതും 666 പറഞ്ഞ് പ്രസംഗിക്കുന്ന പല വ്യക്തികൾ എഴുന്നേൽക്കും. അത് എന്തുമായിക്കൊള്ളട്ടെ. പക്ഷെ വെളിപ്പാട് പുസ്തകം മനസ്സിലാക്കണം, 666 എന്നുള്ള ആ നമ്പറിൻ്റെ ആഴം നമ്മൾ നേരത്തെ വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ നമ്മൾ ആരംഭ ക്ലാസ്സുകളിൽ ഞാൻ അതിനെ ക്ലാരിഫൈ ചെയ്തതാണ്. അത് യഹൂദന്മാർക്ക് അല്ലെങ്കിൽ അന്നത്തെ സഭയ്ക്ക് ദൈവം വെളിപ്പെടുത്തുന്ന എന്ന് പറഞ്ഞാൽ ദർ ഇസ് കോൾഡ് ഗ്രമനിക്കൽ നമ്പറിങ്, അല്ലെങ്കിൽ യഹൂദന്മാരുടെ നമ്പറിങ് പ്രകാരം അതൊരു കോഡാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കാണുന്നത് പോലെ അവരുടെ ഹീബ്രു ഭാഷയിൽ അവരുടെ പേര് എഴുതുമ്പോൾ, അല്ലെങ്കിൽ അതിനൊരു ഓരോ ആൽഫബറ്റിനും ഓരോ നമ്പറുണ്ട്. അത് ആഡ് ചെയ്ത് വരുമ്പോൾ 666 വരുന്ന വ്യക്തിയാണ് എതിർ ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി. അത് നീറോ ചക്രവർത്തിയാണെന്നും അദ്ദേഹം സഭയെ ഉപദ്രവിക്കുമെന്നും ഉള്ള വെളിപ്പാട് യോഹന്നാൻ പ്രാപിക്കുന്നത്. അത് പൂർണ്ണമായി ദൈവാലയം തകർക്കുവാനും രണ്ടാമത്തെ ആലയം യെരുശലേമിലുള്ള രണ്ടാമത്തെ ആലയം തകർക്കുന്നത് നീറോ ചക്രവർത്തിയാണെന്നുള്ള പ്രവചനത്തെ ഫുൾഫിൽ ചെയ്യുന്നതാണല്ലോ, ആ പ്രോഫസിയെ ഫുൾഫിൽ ചെയ്യുന്നതാണ് ഹിസ്റ്ററി കൺഫേം ചെയ്യുന്നത്. അപ്പോൾ ആ നീറോ ചക്രവർത്തി അതങ്ങനെ ചെയ്യുമെന്നുള്ളത്, സഭയെ ഉപദ്രവിക്കുമെന്നുള്ളതൊക്കെ വളരെ വ്യക്തമായി അപ്പോസ്തലനായ യോഹന്നാൻ കാണുന്നതും അതിനെ ഹിബ്രൂയിക് ടെക്സ്റ്റിൽ കൂടെ നമ്മൾ അതിനെ ക്ലാരിഫൈ ചെയ്ത പോർഷനുണ്ട് നമ്മൾ നേരത്തെ എടുത്ത ക്ലാസ്സുകളിൽ. അപ്പോൾ മുദ്ര ഏൽക്കുക എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. ഞാൻ നേരത്തെ അത് പിന്നെയും ഞാൻ ക്ലാരിഫൈ ചെയ്തതാണ്. യഹൂദന്മാരുടെ ഉപദേശപ്രകാരം അവർക്ക് അങ്ങനെ ഒരു പ്രെയർ ഉണ്ട്. പ്രെയർ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രെയറിൽ അവരുടെ പുസ്തകം അവരുടെ തോറ പുസ്തകം വളരെ ചെറിയ മിനിയേച്ചർ മോഡലിൽ അവരുടെ കൈകൾമേലും നെറ്റിമേലും വെച്ച് അവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട് യഹൂദന്മാർക്ക്. അപ്പോൾ ഇതിനെ ത്യജിച്ച് അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വിട്ടുപോകുന്നവർക്കാണ് ആരുടെ മുദ്രയുള്ളത്? എതിർ ക്രിസ്തുവിൻ്റെ മുദ്രയുള്ളത്. സ്തോത്രം. ഇത് പ്രകാരമാണ് ബിബ്ലിക്കൽ ടെക്സ്റ്റ് ഹീബ്രുവിൽ അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് സഭയ്ക്ക് ദൈവത്തിൻ്റെ ആലോചന വെളിപ്പെടുത്തുന്നത്. ഇന്നത്തെ കാലത്ത് അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. വ്യാഖ്യാനിക്കുന്നതല്ല കറക്റ്റ്. വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയും വ്യാഖ്യാനിക്കാം, അല്ലേ? വെള്ളം അടിക്കുന്നവന് കാനാവിലെ കല്യാണത്തെ കോട്ട് ചെയ്ത് അവന് വെള്ളം അടിക്കുക, അല്ലേ? വെള്ളം അടിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ലിക്കർ അടിക്കാൻ വേണ്ടി ലിക്കർ കുടിക്കുന്നവർ അങ്ങനെ പറയും. അപ്പോൾ എല്ലാത്തിനും എന്തുണ്ട്? ഒരു വ്യാഖ്യാനമുണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ സ്പിരിച്വൽ റെവലേഷൻ, ഇറ്റ് ഈസ് എ ഫ്ലഷ് റെവലേഷൻ ഫ്രം ദ ഫ്ലഷ്. സോ നമ്മൾ ആ ഭാഗത്തേക്കല്ല പോകുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്ത് മനസ്സിലാക്കണം, ദൈവം തൻ്റെ സഭയെ വേർതിരിക്കുമ്പോൾ, സ്തോത്രം, ആ സഭ മണവാട്ടി സഭയാണ്, കർത്താവിനോട് ചേർന്ന് നടക്കുന്ന സഭയാണ്, കർത്താവ് പ്രിയനെന്ന് കണ്ട സഭയാണ്. ആ സഭ കർത്താവിനോട് കൂടി 1000 ആണ്ട് വാഴും. സ്തോത്രം. അപ്പോൾ ഈ പ്രീ മിലീനിയം എന്താണ്? പ്രീ മിലീനിസം അല്ലെങ്കിൽ എന്താണ്? സ്തോത്രം. അപ്പോൾ ഇറ്റ് ഈസ് ലിറ്ററലി ബിലീവ് ദാറ്റ് ജീസസ് വിൽ ഫിസിക്കലി റിട്ടേൺ ടു ദ എർത്ത് ബിഫോർ മിലീനിയം. 1000 ആണ്ടിന് വാഴ്ചയ്ക്ക് മുന്നേ കർത്താവ് ഈ ഭൂമിയിൽ വാഴും. അപ്പോൾ പലരും ഈ വെളിപ്പാട് പുസ്തകത്തിൽ ആദ്യം ഒന്ന് കാഹളം ഊതി, രണ്ടാമത് കാഹളം ഊതി എന്നൊക്കെ പറഞ്ഞ് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുഴയ്ക്കുന്നുണ്ട്. അങ്ങോട്ടൊന്നും ഞാൻ ഈ രാത്രി പോകുന്നില്ല. വളരെ ക്ലിയറായിട്ട് ഈ 3 മിലീനിയം തിയറികൾ എന്താണെന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ പ്രീ മിലീനിയസം ഈസ് ദാറ്റ് ജീസസ് വിൽ കം ബിഫോർ ദ 1000-year reign. അത് മാത്രമല്ല, ഹി വിൽ റിട്ടേൺ ഫിസിക്കലി. അപ്പോൾ ഇതിനകത്ത് രണ്ടാമതൊരു കാര്യമുള്ളത്, ഈ പ്രീ മിലീനിയസത്തിനകത്ത് വേറൊരു ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മഹോപദ്രകാലം എന്ന് പറഞ്ഞാൽ ദ ഗ്രേറ്റ് ട്രിബുലേഷൻ, ഈ 1000 ആണ്ട്, ദ ഗ്രേറ്റ് ട്രിബുലേഷൻ പ്രിസീഡിങ് ദ മിലീനിയം. അപ്പോൾ മഹോപദ്രകാലം വരുന്നതിന് മുന്നേ സഭ എടുക്കപ്പെടും. ഇതും ഒരു ടീച്ചിങ് ആണ്. ഏത്? പ്രീ മിലീനിസം. ദിസ് ഇസ് സംതിങ്
ദാറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി ഏർലി ഫാദേഴ്സ്. പൂർവ്വപിതാക്കന്മാർ, ആമേൻ, സഭ വിശ്വാസത്തിലായിരുന്ന പൂർവ്വപിതാക്കന്മാർ, സഭയുടെ ഉപദേശത്തെ സ്ഥാപിച്ചവർ അന്ന് പ്രഖ്യാപിച്ചിരുന്നു ദാറ്റ് റാപ്ചർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ കമ്മിങ് ബിഫോർ ദി ഗ്രേറ്റ് ട്രിബുലേഷൻ. ആമേൻ, മഹോപദ്രവകാലം വെളിപ്പെടുന്നതിന് മുന്നേ സഭ എടുക്കപ്പെടും, തൻ്റെ വിശുദ്ധന്മാർ എടുക്കപ്പെടും. പക്ഷേ ദർ ഇസ് അനദർ പ്രീമിലീനിയസത്തിനകത്ത് ഒരു ക്ലാസിക് പ്രീമിലീനിയസം തിയറിയും കൂടെ ഉണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ ജീസസ് വിൽ റിട്ടേൺ, ഹി വിൽ എസ്റ്റാബ്ലിഷ് ദ കിങ്ഡം അപ്പോൺ ദ എർത്ത് ഫോർ 1000 years. സോ ബട്ട് ദർ ഇസ് നോ സീക്രറ്റ് റാപ്ചർ. സീക്രട്ട് റാപ്ചർ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ പലരും നമ്മൾ ഓരത്തിലെ പഠിപ്പിക്കുന്നുണ്ട്, ഒരു സീക്രട്ട് റാപ്ചർ ഉണ്ടാവും, ആരും അറിയാത്ത ഒരു റാപ്ചർ. സോ ബിഫോർ ദി ഗ്രേറ്റ് ട്രിബുലേഷൻ. അപ്പോൾ പ്രീമിലേനിയസം എന്ന് പഠിപ്പിക്കുന്നു. പ്രീമിലേനിയസം തിയറി അനുസരിച്ച് 1000 ആണ്ട് ഈ ഭൂമിയിൽ വാഴും, അതിനുശേഷം കർത്താവ് ഈ ഭൂമിയിൽ വാഴും, കർത്താവ് വരും, ഈ ഭൂമിയിൽ വാഴും. എന്നതിന് ശേഷം എന്തുണ്ടാവും? മഹോപദ്രവകാലം ഉണ്ടാവും. അതിനകത്ത് പ്രീമിലേനിയസം എന്ന് പറയുന്ന തിയറിക്കകത്ത് എന്തുണ്ട്? ക്ലാസിക് പ്രീമിലേനിയസം ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു സീക്രട്ട് റാപ്ചർ ഉണ്ടാവും. ആമേൻ. അതെന്തിന്? ഈ മഹോപദ്രവകാലം വെളിപ്പെടുന്നതിന് മുന്നേ. സോ അതാണ് അതിൻ്റെ വ്യത്യാസം. ദെൻ സോ ഡിസ്പെൻസേഷണൽ പ്രീമിലേനിയസം is different from the historic version of the premillennialism because it believes that Christ will rapture his church before the great tribulation. അപ്പോൾ ഇന്നും സഭ പഠിപ്പിക്കുന്നത്, മിക്കവാറും ഉള്ള സഭകളെല്ലാം പഠിപ്പിക്കുന്നത്, വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്, മഹോദരകാലം വെളിപ്പെടുന്നതിന് മുന്നേ എന്തുവാണ്? സഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. there will be a rapture. അപ്പോൾ പ്രീമിലേനിയസം വളരെ വ്യക്തമാണ്. ബിഫോർ ദ ഗ്രേറ്റ് ട്രിബുലേഷൻ കർത്താവ് 1000 ആണ്ട് വാഴും. ആ പ്രീമിലേനിയസത്തിനകത്ത് ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു ടീച്ചിങ് ആണ്, ഈ 1000 ആണ്ട് വാണതിന് ശേഷം ഈ ഗ്രേറ്റ് ട്രിബുലേഷൻ തുടങ്ങുന്നതിന് മുന്നേ സഭ എടുക്കപ്പെടും. അത്രയും മാത്രം ഈ രാത്രി നമ്മൾ ആ ഭാഗത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതിൽ കൂടുതൽ പോയാൽ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആവും. ബിക്കോസ് നമ്മൾ വെളിപ്പാട് പുസ്തകം ഫുൾ അങ്ങോട്ട് പഠിച്ചു തീർന്നില്ല. അപ്പോൾ പ്രീമിലേനിയസം ഇസ് ദാറ്റ് ക്രൈസ്റ്റ് വിൽ റെയിൻ ഫോർ 1000 years ആൻഡ് ദെൻ ദ ചർച്ച് വിൽ ഗോ ഇൻ ടു ഗ്രേറ്റ് ട്രിബുലേഷൻ. അതിനകത്ത് ക്ലാസിക് ഡിസ്പെൻസേഷണൽ തിയറിയാണ്, ആമേൻ, ഈ 1000 ആണ്ട് വാഴും, പക്ഷേ സഭ ഈ മഹോപദ്രവകാലത്തിൽ കൂടെ കടന്നു പോകത്തില്ല, അതിനു മുന്നേ സഭ എടുക്കപ്പെടും. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് പോസ്റ്റ് മില്ലേനിയസം. എന്ന് പറഞ്ഞാൽ believes that millennium occurs before Jesus coming rather than after. എന്ന് പറഞ്ഞാൽ യേശു വരുന്നതിന് മുന്നേ തന്നെ 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിലുണ്ടെന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദ 1000 year reign. അപ്പോൾ കർത്താവ് ഈ ഭൂമിയിൽ വരുന്നതിന് മുന്നേ, കർത്താവ് മടങ്ങി വരുന്നതിന് മുന്നേ തന്നെ 1000 ആണ്ട് ആരംഭിക്കും. 1000 ആണ്ട് പൂർത്തീകരണമാകുമ്പോൾ മാത്രമേ എന്താ മനസ്സിലാകത്തുള്ളൂ? കർത്താവ് ഈ ഭൂമിയിൽ വരത്തുള്ളൂ. സോ ദർ ഇസ് എ സ്പ്ലിറ്റ് തിയറി. അതിനകത്ത് ഈ മില്ലേനിയസം, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതെല്ലാം നമ്മൾ കൺഫ്യൂസ് ആകല്ലേ, അതുകൊണ്ട് ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ മില്ലേനിയസത്തിനകത്ത് വരുന്ന, അപ്പോൾ മൂന്നാമത്തെ തിയറി മില്ലേനിയസം എന്ന് പറയുന്ന ഭാഗം വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇവർ 1000 ആണ്ടിനെ അംഗീകരിക്കുന്നില്ല. They don't believe in this 1000 year reign. They believe that it's not a number, it's only a concept. ഒരു പീരിയഡ് എന്നുള്ള കണക്കേ അവരെടുക്കുന്നുള്ളൂ. they say that there is no millennium. പക്ഷേ അതിനൊരു വാദവുമില്ല. നമ്മൾ മനസ്സിൽ എന്തിനും ഒരു വാദം ഉണ്ടാക്കാം എന്ന് പറയുന്നത് പോലെ അതിന് വലിയ വാദമില്ല എന്ന റിയാലിറ്റിയിൽ. എന്തുകൊണ്ടാണ്? നമ്മൾ വായിച്ച വാക്യം വളരെ ക്ലിയറാണ്. 20-ാം അധ്യായം 4-ാം വാക്യം, കർത്താവ് 1000 ആണ്ട് ഈ ഭൂമിയിൽ വാഴും. സോ മില്ലേനിയം ഇസ് ഫിക്സ്ഡ്. സോ മില്ലേനിയസം എന്ന് പറയുന്ന ആ ഒരു തിയറി നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് നമ്മളത്തിലെ തല പുണ്ണാക്കേണ്ട കാര്യമില്ല. അതിന് അവരെ അവരുടെ തിയറി അനുസരിച്ച് ഈ 1000 ആണ്ടെന്ന് പറഞ്ഞ ഒരു കാര്യം ക്ലിയർ അല്ല, അല്ലെങ്കിൽ റിയൽ അല്ല എന്നാണ് പറയുന്നത്. പക്ഷേ വചനപ്രകാരം 1000 year reign is fixed. അപ്പോൾ പ്രീ മില്ലേനിയസം 1000 ആണ്ടിന് മുന്നേ
കർത്താവ് ഈ ഭൂമിയിൽ വാഴും, കർത്താവ് രണ്ടാമത് വരും, വന്ന് 1000 ആണ്ട് ഈ ഭൂമിയിൽ വാഴും, അതിനുശേഷം മഹോപദ്രവകാലം. മഹോപദ്രവകാലം തുടങ്ങുന്നതിന് മുന്നേ പ്രീ മിലേനിയസത്തിനകത്ത് ഒരു ക്ലാസിക് ഡിസ്പെൻസേഷണൽ പ്രീ മിലേനിയസം ഉണ്ട്. തിയറി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ മഹോപദ്രവകാലം വെളിപ്പെടുന്നതിന് മുന്നേ സഭ എടുക്കപ്പെടും. പോസ്റ്റ് മിലേനിയസമാണ് സ്തോത്രം 1000 ആണ്ട് കഴിഞ്ഞതിന് ശേഷമേ കർത്താവ് വരത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ കർത്താവ് ഈ ഭൂമിയിൽ വാഴുന്നത് അവസാനമാണ്. പിശാചിനെയെല്ലാം മഹോപദ്രവകാലത്തിന് ശേഷം പിശാചിനെ അടക്കി പിശാചിനെ തോൽപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം കർത്താവ് ഈ ഭൂമിയിൽ വാഴത്തുള്ളൂ. അപ്പോൾ പല തിയറികൾ ഈ പ്രീ മിലേനിയസം, പോസ്റ്റ് മിലേനിയസം, പ്രീ മിലേനിയസത്തിനകത്ത് ക്ലാസിക് ഡിസ്പെൻസേഷണൽ പ്രീ മിലേനിയസം ഉണ്ട്. പിന്നെ മിലേനിയസം എന്ന് പറയുന്നത് 1000 ആണ്ട് അവർക്ക് ഒരു നമ്പർ അല്ല, ദേ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ് നമ്പർ. സ്തോത്രം. സോ ഈ 3 തിയറികൾ അല്ലെങ്കിൽ ഈ 3 കാര്യങ്ങൾ നമ്മൾ ക്ലിയറായിട്ട് നമ്മളുടെ മൈൻഡിൽ വേണം ഈ രാത്രി. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാനും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഈ ദിവസങ്ങൾ വീഡിയോകൾ കേൾക്കണമെങ്കിൽ അത് കേൾക്കുവാൻ ഞാൻ നിങ്ങളോട് പ്രത്യേകം നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പല തിയറികളുണ്ട്. ഇത് കേട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആവാനല്ല, പഠിക്കുവാൻ വേണ്ടിയാണ്. സ്തോത്രം. ഈ രാത്രിയിൽ നമ്മൾ അതിൻ്റെ ഡിസിഷനിലേക്കൊന്നും എത്തുന്നില്ല. സ്തോത്രം. അപ്പോൾ നമുക്ക് മടങ്ങി വരാം. മടങ്ങി നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരാം. നമുക്കൊരു ഭാഗം വായിക്കാം. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 16-ാം വാക്യം. നമ്മൾ ഈ പുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ഇത് പ്രാപിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ പ്രീ മിലേനിയസം, പോസ്റ്റ് മിലേനിയസം, മിലേനിയസം അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡിസ്പെൻസേഷണൽ പ്രീ മിലേനിയസം, ഈ വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാനിത് ഒന്ന് റെഫർ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 16-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അവരെ എബ്രായ ഭാഷയിൽ ഹർഗമഗദോൻ എന്ന പേരുള്ള സ്ഥലത്ത് കൂട്ടിച്ചേർത്തു. സ്തോത്രം. ഈ പദം നമ്മൾ പല ലേഖനങ്ങൾ, പല വിശ്വാസ സമൂഹത്തിൽ എഴുതപ്പെട്ട പല ലേഖനങ്ങൾ ഈ ഹർമഗദോം എന്ന് പറയുന്ന ഈ പദം കേൾക്കുമ്പോൾ സ്തോത്രം നമ്മൾ വായിക്കുന്നത് ദിസ് ഇസ് ദ ഗ്രേറ്റ് ബാറ്റിൽ, അല്ലെങ്കിൽ ദിസ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ബാറ്റിൽ ദാറ്റ്സ് എവർ ഗോയിങ് ടു ബി ഫോട്ട് ഇൻ ദിസ് വേൾഡ്. ഇതായിരിക്കും അവസാനത്തെ ഏറ്റവും വലിയ യുദ്ധം എന്നാണ് പലരും പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ രാത്രിയിൽ നമുക്ക് ഈ വാക്കിനെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. സ്തോത്രം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് യുദ്ധമാണ്. ഇത് ഏറ്റവും വലിയ ദ ഗ്രാൻഡ് ഫിനാലി, ഏറ്റവും അവസാനത്തെ യുദ്ധം, ഏറ്റവും വലിയ യുദ്ധം. ഇതിനകത്താണ് ദൈവത്തിൻ്റെ പക്ഷക്കാർ ജയിക്കേണ്ടത്. സ്തോത്രം. ഈ പദം ഹർമഗദോ എന്ന് ഇംഗ്ലീഷിൽ അതിന് HAR, ഹീബ്രു ഭാഷയിൽ അത് HARMAGEDON എന്ന് എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ അത് ARMEGEDDON, ആർമഗദോൻ എന്നെഴുതുന്നു. അപ്പോൾ ഈ ഹെബ്രായ ഭാഷയിൽ മെഗിദോൻ എന്ന് പറയുന്നത് മെഗിദോൻ വാലി എന്ന് പറയുന്ന ഇസ്രായേലിലൊരു താഴ്വാരമാണ്. ഈ താഴ്വാരത്തിൽ അനേക യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ഇൻവേഷൻ, അല്ലെങ്കിൽ യുദ്ധത്തിൽ നടന്ന പല യുദ്ധത്തിൻ്റെ പരാക്രമങ്ങൾ അല്ലെങ്കിൽ ഇൻവേഷൻസ്, പലതിനെയും വെട്ടിയെടുത്ത ഒരു യുദ്ധ താഴ്വാരമാണ് ഈ ഗദോൻ എന്ന് പറയുന്ന, മെഗിദോൻ എന്ന് പറയുന്ന ദേശം. അപ്പോൾ ഈ അർമഗദോൻ എന്ന് പറയുന്ന വാക്കിന് സ്തോത്രം, ഇറ്റ് ഈസ് നോട്ട് popularly known as the end of the world battle, അല്ലേ? ബട്ട് there are something more than this. അപ്പോൾ ഈ രാത്രിയിൽ നമുക്കത് 4 യുദ്ധങ്ങളെക്കുറിച്ച് ഈ രാത്രിയിൽ നമുക്ക് പഠിക്കാൻ നമ്മളതിനെ ഒരുക്കാം. നമുക്ക് ആദ്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. Revelations chapter 9 verse 13 to 20. 6-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം കാഹളമുള്ള 6-ാം ദൂതനോട്, യുഫ്രാത്തോസ് എന്ന മഹാനദി തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഉടനെ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്ന ആണ്ട്, മാസം, ദിവസം, നാഴികയ്ക്ക് ഒരുങ്ങിയിരുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിട്ടു.
ഒരു മിനിറ്റ്. ഈ ഭാഗം നമ്മൾ വളരെ ശ്രദ്ധിച്ച് വായിച്ചെങ്കിൽ കുറച്ച് ഇതിനെ വളരെ ക്ലാരിറ്റി കിട്ടാൻ നമുക്ക് സഹായിക്കും. സ്തോത്രം. സോ 6ാമത്തെ ദൂതൻ എന്തു ചെയ്യുന്നു? 6ാമത്തെ കാഹളം ഊതുന്നു. ഈ 6ാമത്തെ ദൂതൻ 6ാമത്തെ കാഹളം ഊതുമ്പോൾ അവിടെ പറയുന്നു 4 ദൂതന്മാരെ എവിടെ ഒതുക്കിയിരിക്കുന്നത്? ദി ഗ്രേറ്റ് യുഫ്രട്ടീസ് നദിയിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്ന, അല്ലേ? ഇവിടെ 14-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ. സ്തോത്രം. 4 ദൂതന്മാർ. ആ ദൂതന്മാർ എന്ത് ചെയ്യുന്നു? who have prepared for the hour, day and month and year were released so that they would kill a third of mankind. ഈ ഭൂമിയിലുള്ള മനുഷ്യന്റെ ഫുൾ പോപ്പുലേഷനിൽ 1/3 മുഴുവനും സംഗ്രഹിച്ചു കളയുവാൻ ഈ 4 ദൂതന്മാർക്ക് ദൈവം അധികാരം കൊടുത്തിരിക്കുന്നു. ഇതിനെ എവിടെ ബന്ധിച്ചിരിക്കുന്നു? യുഫ്രട്ടീസ് നദിയിൽ ഇവരെ ബന്ധിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ആത്മാവിൽ കർത്താവ്, ദൈവത്തിൻ്റെ ആത്മാവ് ഇതിനെ അവിടെ ബന്ധിച്ചിരിക്കുന്നു. 6ാമത്തെ കാഹളം ഊതുമ്പോൾ ഈ 4 ദൂതന്മാർ ആ യുഫ്രട്ടീസ് നദിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന്, നമ്മൾ ഒരു പിക്ചർ കാണുക, നമ്മളൊരു പിക്ചർ കാണുന്ന പോലെ കാണണം. 4 ദൂതൻ ഇറങ്ങി വന്ന് ഭൂമിയിലുള്ള 1/3 മാൻകൈൻഡിനെ മുഴുവനും കൊല്ലുവാനുള്ള അധികാരം ഈ ദൂതനുണ്ട്. ആ ദൂതൻ ഈ 1/3 ഇതിനെ കൊല്ലുമ്പോൾ ഇതിൻ്റെ എണ്ണമാണ്, ദി നമ്പർ ഓഫ് ആർമീസ് ഓഫ് ദ ഹോസ്റ്റ്മാൻ വാസ് 200 മില്യൺ. എന്ന് പറഞ്ഞാൽ 200 മില്യൺ ആണ് ഇതിൻ്റെ ഈ ആർമിയുടെ സ്ട്രെങ്ത്. ഈ ബൈബിൾ അല്ലെ വെളിപ്പാട് പുസ്തകം എഴുതിയ സമയത്ത് ഈ ഭൂമിയിൽ ഇത്രയും പോപ്പുലേഷൻ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഈ ഭൂമിയിലെ പോപ്പുലേഷൻ നമ്മൾ ഇന്ന് എത്ര ഉണ്ട്? 6.7 അല്ലെങ്കിൽ 6.8 ബില്യൺ ആണുള്ളത്. ഈ ബിബ്ലിക്കൽ ബുക്ക് അല്ലെങ്കിൽ റെവലേഷൻ എന്ന പുസ്തകം എഴുതിയത്, സ്തോത്രം, അത് ഏകദേശം 70 BC ഒക്കെ എന്ന് പറയുന്നു. എന്നാലും ആമേൻ, ആ ഒരു പീരീഡ് നമ്മൾ കണ്ടോ? അല്ലെങ്കിൽ കർത്താവ് മരിക്കുന്നത് 33 BC. അപ്പോൾ ഈ പീരീഡിനുള്ളിൽ എഴുതിയ ഒരു പുസ്തകം, അന്ന് എത്ര പേര്? 200 മില്യൻ്റെ ഒരു ആർമി ഈ ഭൂമിയിലില്ല. സോ ദിസ് ഇസ് നോട്ട് ഇൻ ദി ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ഓഫ് ദ ബുക്ക് ഓഫ് റെവലേഷൻ, ബട്ട് ഇറ്റ് ഈസ് ഇൻ ദി ഫ്യൂച്ചറിസ്റ്റിക് എപ്പിക്കലിപ്റ്റിക് പ്രൊഫസി. എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് 200 മില്യൻ്റെ ഒരു ആർമി എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് വിശ്വസിക്കാൻ പറ്റും. എന്തുകൊണ്ട്? ചൈനയ്ക്കുണ്ട്, ഇന്ത്യക്കുണ്ട്, റഷ്യയ്ക്കുണ്ട്, അമേരിക്കയ്ക്കുണ്ട്. ഇത്രയും വലിയൊരു ആർമിയെ കൂട്ടാൻ ഇവർക്ക് പറ്റും. പക്ഷേ ഈ വെളിപ്പാട് പുസ്തകം എഴുതിയ സമയത്ത് 200 മില്യൻ്റെ ഒരു ആർമി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ബിലീവബിൾ. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പ്രൊഫറ്റിക്കൽ അനോയിൻറ്റിങ്, പ്രൊഫറ്റിക് ഡിക്ലറേഷൻ്റെ ആക്യുറസി ഈ രാത്രി നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ 4 ദൂതന്മാർ എവിടെ കിടന്നു? യുഫ്രട്ടീസ് നദിയിൽ. ഈ 4 ദൂതന്മാരെ ഒരു 6ാമത്തെ കാഹളം ഊതുമ്പോൾ ഇവരെ റിലീസ് ചെയ്യുകയാണ്, 1/3 മാൻകൈൻഡിനെ നശിപ്പിക്കുവാൻ. അതിന് 200 മില്യൻ്റെ ഒരു ആർമി ഒരുക്കപ്പെടുന്നു. എന്നിട്ട് 17-ാം വാക്യം, ഞാൻ കുതിരകളെയും കുതിരപ്പുറത്ത് ഇരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധകവർണവുമായ കവചം ഉണ്ടായിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെ ആയിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു. വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധയാൽ മനുഷ്യരിൽ 1/3 മരിച്ചുപോയി. ഒരു മിനിറ്റ്. സ്തോത്രം. സോ ഫയർ, സ്മോക്ക് ആൻഡ് ബ്രിംസ്റ്റോൺ, ഈ 3 ബാധകളാൽ, ഈ 3 ബാധകൾ എന്ന് പറയുന്നത് അവരെ ഉദ്ദേശിക്കുന്നത് ഏതാണ്? ഫയർ, സ്മോക്ക് ആൻഡ് ബ്രിംസ്റ്റോൺ. ഇതിനാൽ എന്തോ സംഭവിക്കും? 1/3 ഓഫ് മാൻകൈൻഡിനെ നശിപ്പിച്ചു കളയും. അപ്പോൾ ഇത് മനസ്സിലാക്കണം, ഇതൊരു അന്നത്തെ യുദ്ധമല്ല. അമേൻ, വെളിപ്പാട് പുസ്തകം എഴുതിയ സമയത്തുള്ള യുദ്ധമല്ല. ദിസ് ഇസ് ബൈ, നമുക്കറിയാം എന്താണ് 3 ബാധകൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. വാട്ട് ഇറ്റ് ഈസ് ഫയർ, സ്മോക്ക് ആൻഡ് ബ്രിംസ്റ്റോൺ. ഇത് ഇന്ന് ഉപയോഗിക്കുന്ന ആധുനിക
കാലത്ത് ഉപയോഗിക്കുന്ന യുദ്ധത്തിനുള്ള ആമ്യുനിഷൻസിനെ ഇത് ക്ലാരിഫൈ ചെയ്യുന്നു, അല്ലേ? പഴയ കാലത്ത് ആമേൻ യുദ്ധത്തിന് ഇന്നത്തെ പോലുള്ള ആമേൻ ആയുധത്തിൻ്റെ ശേഖരങ്ങളൊന്നുമില്ലാത്ത സമയത്താണ് ഈ വെളിപ്പാട് പുസ്തകം എഴുതുന്നത്. പിന്നെയും ഈ പ്രൊഫറ്റിക് ക്ലാരിറ്റി നമ്മൾ ഈ രാത്രിയിൽ ഇതിനെക്കുറിച്ച് പ്രാപിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇറ്റ് ഈസ് എ വെരി ക്ലിയർ ആൻഡ് ആക്യുറേറ്റ് പ്രൊഫറ്റിക് ബുക്ക് ഈ വെളിപ്പാട് പുസ്തകം. അതിനെ ഉറപ്പിക്കുന്നതാണ് ഈ ഭാഗം. അപ്പോൾ 3 ബാധകളാൽ 1/3 മാൻകൈൻഡിനെ നശിപ്പിക്കുവാൻ ഈ 3 ബാധകൾക്ക് കഴിയുന്നു. എന്താണ്? ഫയർ, സ്മോക്ക് ആൻഡ് ബ്രിംസ്റ്റോൺ. ആമേൻ. എന്നിട്ട് 19-ാം വാക്യം, കുതിരകളുടെ ശക്തി വാലിലും ആയിരുന്നു. വാലോ സർപ്പത്തെ പോലെയും തലയുള്ളതും ആയിരുന്നു. ഇവയാൽ അത്രേ കേടുവരുത്തുന്നത്. ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാൺമാനും കേൾപ്പാനും നടപ്പാനും വഹിയാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. ആമേൻ. ഇത്രയൊക്കെയും ആഴത്തിലുള്ള യുദ്ധങ്ങൾ ഉണ്ടായിട്ടും 1/3 മാൻകൈൻഡിനെ ഈ 3 ബാധകളാൽ നശിപ്പിച്ചു കഴിഞ്ഞിട്ടും ശേഷിച്ചിരുന്ന ജനം എന്തിനെ അംഗീകരിക്കുന്നില്ല? മാനസാന്തരപ്പെട്ട് കർത്താവിലേക്കും ദൈവരാജ്യത്തിൻ്റെ മക്കളായി തീരുവാൻ ഇവർ സമർപ്പിക്കപ്പെടാതെ ഇവർ അന്യാരാധനയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നവരായി തീർന്നു. സ്തോത്രം. അപ്പോൾ ബാറ്റിൽ നമ്പർ 1, അല്ലേ? നമ്മൾ ബാറ്റിൽ നമ്പർ 1 എപ്പോൾ സംഭവിക്കുന്നു? 6-ാമത്തെ കാഹളം ഊതുമ്പോൾ 4 ദൂതന്മാർ എവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു? സ്തോത്രം. യുഫ്രട്ടീസ് നദിയിൽ ബന്ധിക്കപ്പെട്ട 4 ദൂതന്മാർ ഈ ശക്തിയോടെ പുറപ്പെടുന്നു. അപ്പോൾ ഇതിനകത്തൊരു കാര്യം കൂടി നമ്മൾ ഈ രാത്രിയിൽ തിരിച്ചറിയണം. നമ്മൾ വെളിപ്പാട് പുസ്തകം ആദ്യം നമ്മൾ വായിച്ചപ്പോൾ നമ്മൾ ഈ അന്നത്തെ മാപ്പ് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു, അല്ലേ? നമ്മൾ ഏഷ്യ മൈനർ എവിടെയാണെന്നും റോമൻ സാമ്രാജ്യം എവിടെയാണെന്നും പേർഷ്യ എന്ന് പറയുന്ന രാജ്യം, സാമ്രാജ്യം എവിടെയാണെന്നും നമ്മൾ തിരിച്ചറിയുന്നു. അപ്പോൾ യുഫ്രട്ടീസ് നദി നിന്ന് പുറപ്പെടുന്ന ഒരു ശക്തി എന്ന് വെച്ചാൽ സംതിങ് ദാറ്റ് അറ്റാക്സ് ഫ്രം ദ ഈസ്റ്റ്. അപ്പോൾ ഇത് വളരെ പ്രൊഫറ്റിക്കായിട്ട് പറയുന്നു. പേർഷ്യൻ ദേശങ്ങളിൽ നിന്ന് അമേൻ റോമൻ സാമ്രാജ്യത്തെ തകർക്കുവാൻ വെളിപ്പെടുന്ന യുഫ്രട്ടീസ് നദിയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ശക്തി, ഒരു യുദ്ധസേന പുറപ്പെടുകയാണ്. അപ്പോൾ ഇറ്റ് ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് യുഫ്രട്ടീസ് നദിയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു മിലിറ്ററി പവർ. അപ്പോൾ ഇത് അതിൻ്റെ ഒരു മർമ്മമാണ്. നമുക്കിതൊക്കെ പിന്നത്തെ ദിവസങ്ങളിൽ കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിതെല്ലാം സഹായിക്കട്ടെ. ഇത് നമ്മൾ ഈ കേൾക്കുന്നതൊക്കെ ശ്രദ്ധയോടെ നമ്മളത് മനസ്സിലാക്കി വെക്കുമ്പോൾ നമ്മൾ നാളെ ഇത് കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റും. എന്നിട്ട് നമുക്ക് 2-ാമത്തെ യുദ്ധത്തിലേക്ക് നമുക്ക് പോകാം. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം, റെവലേഷൻസ് ചാപ്റ്റർ 16 വേഴ്സ് 12 to 16. വെളിപ്പാട് പുസ്തകം 6-ാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. അപ്പോൾ 6-ാമത്തെ ദൂതന്റെ കയ്യിൽ എന്തുണ്ട്? സ്തോത്രം. വേഴ്സ് 12, there is a bowl in his bowl, അല്ലേ? 6-ാമത്തെ ദൂതൻ ഇതിൻ്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. അപ്പോൾ ആദ്യത്തെ യുദ്ധത്തിൽ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ യുഫ്രട്ടീസ് നദിയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു സൈന്യം, അവിടെ 4 ദൂതന്മാർ ബന്ധിച്ചു വെച്ച ആ ശക്തിയെ റിലീസ് ചെയ്യുമ്പോൾ അവിടുന്ന് എന്തോ വെളിപ്പെടുന്നു? ഒരു മഹാസൈന്യം പുറപ്പെടുകയാണ്. ഇവിടെ ഈ 6-ാമത്തെ കലശം എങ്ങോട്ട് ഒഴുകിയാണ്? യുഫ്രട്ടീസ് നദിയിലേക്ക് ഒഴുകുകയാണ്. ആ നദിയിലേക്ക് ഒഴിക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നു? so that the way would be prepared for the kings from the east. പിന്നെ ഈസ്റ്റിൽ നിന്ന് വെളിപ്പെടുന്ന ഒരു രാജ്യസൈന്യം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനായി ഒരുക്കപ്പെട്ട
ഒരു സമൂഹം ഇറങ്ങുകയാണ്. എന്നിട്ട് ഈ 3 കഥാപാത്രങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നു. ഫസ്റ്റ് വൺ അവിടെ എന്താണ്? മഹാസർപ്പം. 2 എന്താണ്? മൃഗം, അതിൻ്റെ കള്ളപ്രവാചകൻ. ഇത് ഇറ്റ് ഈസ് നമ്മളതിലെ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പോലെ ദിസ് ഈസ് ദി ഡിമോണിക് ട്രിനിറ്റി ഓഫ് ദി ബുക്ക് ഓഫ് റെവലേഷൻ. എന്താണ്? മഹാസർപ്പം, ദ ഡ്രാഗൺ, മൃഗം, ബീസ്റ്റ്, ആൻഡ് ദ ഫോൾസ് പ്രോഫിറ്റ്, കള്ളപ്രവാചകൻ. ഈ 3 പദത്തിനും അതിൻ്റെതായ ആഴമുണ്ട്. അപ്പോൾ ഡ്രാഗൺ അല്ലെങ്കിൽ മഹാസർപ്പം എന്ന് പറയുമ്പോൾ അത് പിശാച് തന്നെയാണ്. ദ ബീസ്റ്റ്, മൃഗം എന്ന് പറയുന്നത് ഈ കടലിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു മൃഗം. അതൊക്കെ നമ്മൾ മെല്ലെ അത് പ്രാപിക്കുവാൻ, അത് നമ്മൾ വായിക്കുവാനൊക്കെ സഹായിക്കും. പക്ഷേ ഈ രാത്രിയിൽ ഇത് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ 3നെ എവിടെ കൊണ്ടുവരുന്നു? I saw coming out of the mouth of the dragon and out of the mouth of the beast and out of the mouth of the false prophet 3 unclean spirits like the frog. അപ്പോൾ ഇവരുടെ ഉള്ളിൽ നിന്ന് ഒരു ദുരാത്മാവ് പുറപ്പെടുകയാണ് എന്ന് വായിച്ചാട്ട് 14-ാം വാക്യം. ഇവ സർവഭൂതലത്തിലും ഉള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. സ്തോത്രം. ഒരു മിനിറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ മൂന്ന് ജീവികളിൽ അല്ലെങ്കിൽ 3 പൈശാചിക ട്രിനിറ്റിയിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിനാൽ, ലൈക്ക് ഫ്രോക്സ്, തവളയിലുള്ള ആത്മാവെന്ന പോലെ ഇവർക്ക് എന്തോ സംഭവിക്കുന്നു? ഇവരിൽ നിന്ന് വെളിപ്പെടുന്ന ദ സ്പിരിറ്റ് ഓഫ് ഡീമോൺസ് ഷാൽ പെർഫോം സൈൻസ് ആൻഡ് വണ്ടേഴ്സ്. അല്ലേ? എന്തിനാ? ഈ ഭൂമിയിലുള്ള രാജാക്കന്മാരെല്ലാം ആർക്കെതിരെ യുദ്ധം ചെയ്യണം? ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യണം. ദൈവത്തിൻ്റെ മക്കൾക്കെതിരെ യുദ്ധം ചെയ്യണം. അപ്പോൾ Behold, I am coming like a thief. Blessed is the one who stays away and keeps his cloth. എന്തുകൊണ്ടാ? ഈ പിശാചിൻ്റെ ഈ ഡിമോണിക് പവറിൽ, ഇൻഫ്ലുവൻസിൽ വിശുദ്ധന്മാർ പോലും ആ കാലത്ത് വീണു പോകുന്ന ഈ പ്രലോഭനങ്ങളിൽ, ആ ഡിമോണിക് പവറിൽ അവർക്ക് വളരെ, പിശാചിൻ്റെ പ്രത്യേകത എന്താണ്? അവ വശീകരിക്കപ്പെടുകയാണ് ചെയ്തത്. അല്ലേ? അവയ്ക്കെല്ലാം നല്ലതുപോലെ അറിയാം, ആദാമിനും നല്ലതുപോലെ അറിയാം. കർത്താവിനോട് കൂടെ നടക്കുകയാണ്, എല്ലാ ദിവസവും തോട്ടത്തിൽ കർത്താവിനോട് കൂടെ നടക്കുന്ന വ്യക്തികളാണ് ഇവർ. പക്ഷേ അവർ പിശാചിനാൽ എന്തു സംഭവിക്കുന്നു? വശീകരിക്കപ്പെടുക. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കണം. വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഈ 3 മഹാസർപ്പം, മൃഗം, അതുപോലെ തന്നെ കള്ളപ്രവാചകൻ, ഇവർക്ക് ദൈവം എന്തോ കൊടുത്തിരിക്കുന്നു? വലിയ ശക്തി കൊടുത്തിരിക്കുന്നു. എന്തിനാ? രാജ്യങ്ങളെയും രാജാക്കന്മാരെയും വശീകരിക്കുവാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനാണ് കർത്താവ് ആ പദം അവിടെ ഉപയോഗിക്കുന്നത്. കർത്താവ് ഉപയോഗിച്ച അതേ പദമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ബിഹോൾഡ്, ഐ കം ലൈക്ക് എ തീഫ്. ബ്ലെസ്ഡ് ഇസ് ദ വൺ ഹു സ്റ്റേസ് അവേക്ക് ആൻഡ് കീപ്സ് ഹിസ് ക്ലോത്ത്. തൻ്റെ വസ്ത്രം വിശുദ്ധമായി കാക്കുവാൻ ദൈവം നമ്മളെ എന്നും ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളോട് ദൂത് എഴുതുമ്പോൾ ആ സഭകളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങളുടെ വിശുദ്ധി കാത്തുകൊള്ളണം. അതായിരുന്നു എപ്പോഴും ദൂതിൻ്റെ ആഴം. അല്ലെ, 7 സഭകളോടും ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളുടെ വിശുദ്ധി നിങ്ങൾ കാത്തുകൊള്ളണം. നിങ്ങൾ വിശുദ്ധിയിലും വേർപാടിലും നിങ്ങൾ ജീവിക്കണം. ആ ദേശങ്ങളിലുള്ള പല വശീകരണ ശക്തികൾ ഉണ്ടായിരിക്കും. പക്ഷെ അതിലൊന്നും നിങ്ങളെ അകപ്പെടാതിരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ നിങ്ങൾ ആശ്രയിക്കുകയും ദൈവവചനത്തിൽ ഇവർ കൃപ പ്രാപിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം അവരെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രബോധിപ്പിക്കുന്നതാണ് 7 സഭകളോട് എഴുതുന്ന ദൂതുകൾ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും പറയുന്നു, ഈ 3 സാറ്റാനിക് ട്രിനിറ്റിക്ക് ദൈവം എന്ത് കൊടുത്തിരിക്കുന്നു? വെരി പവർഫുൾ പീപ്പിൾ, അല്ലെ, പേഴ്സണാലിറ്റീസ്. അല്ലെങ്കിൽ പിശാച്, സർപ്പം, മഹാസർപ്പം, മൃഗം, അതുപോലെ തന്നെ കള്ളപ്രവാചകന് പലരെയും വശീകരിക്കാൻ, രാജാക്കന്മാരെ പോലും വശീകരിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ദേ ഗ്യാതേർഡ് ദം ടുഗെദർ ടു എ പ്ലേസ് വിച്ച് ഇസ് ഇൻ ഹീബ്രു കോൾഡ് ഹർമഗദോ.
അപ്പോൾ യുദ്ധത്തിനായി ഈ ദേശത്തേക്ക് ഇവരെ ഒരുക്കിക്കൊണ്ടുവരുന്നു. സോ ദ കിങ്സ് ഓഫ് ദ ഈസ്റ്റ് വേഴ്സസ് ദ കിങ്സ് ഓഫ് ദ വേൾഡ്. അപ്പോൾ യുദ്ധം ആരും തമ്മിലാ? ദ ഈസ്റ്റ് വേഴ്സസ് ദ വേൾഡ്. അതാണ് ഈ ഭാഗത്തുനിന്ന് നമുക്ക് പറക്കിയെടുക്കുവാൻ പറ്റുന്ന ഒരു ആത്മീയ മർമ്മം. അപ്പോൾ നേരത്തെ നമ്മൾ കേട്ടത് സ്തോത്രം 9-ാം അധ്യായത്തിൽ അവിടെ കാഹളമാണ് ഊതിയത്. 6-ാമത്തെ കാഹളം ഊതുക. 6-ാമത്തെ കാഹളം ഊതുമ്പോൾ അവിടെ 4 ദൂതന്മാർ സ്തോത്രം ഈ യുഫ്രട്ടസ് നദിയിൽ നിന്ന് ഒരു മഹാസൈന്യത്തെ പുറപ്പെടുവിക്കുന്നു. അവർ പോയി 3 ബാധകൾ അയക്കുന്നു: ഫയർ, സ്മോക്ക് ആൻഡ് ബ്രിംസ്റ്റോൺ. ഇതിനാൽ യുദ്ധത്തിൻ്റെ ആയുധശക്തിയാൽ ഇവര് മനുഷ്യവർഗത്തിൻ്റെ 1/3 നശിപ്പിച്ച് കളയുവാനുള്ള അധികാരം ദൈവം കൊടുക്കുന്നു. ഇവിടെ ഈ 16-ാം അധ്യായത്തിൽ 6-ാമത്തെ ധൂപകലശം എവിടോട്ട് ഒഴിക്കുന്നു? ഈ യൂഫ്രട്ടീസ് നദിയിൽ തന്നെ ഒഴിക്കുകയാണ്. അവിടെ ഒഴിക്കുമ്പോൾ ദൈവം ഈ 3 സെറ്റനിക് ട്രിനിറ്റിക്ക് എന്ന് പറഞ്ഞാൽ മഹാസർപ്പം, മൃഗം, കള്ളപ്രവാചകന് ദൈവം അധികാരവും ബലവും കൊടുത്തിട്ട് ഈ ഭൂമിയിലുള്ള അത്ഭുതവും അടയാളവും ചെയ്യുവാനുള്ള അധികാരം കൊടുത്തിട്ട് ഇവരെന്ത് ചെയ്യുന്നു? ഭൂമിയിലുള്ള രാജാക്കന്മാരെല്ലാം വശീകരിച്ച് ആരുമായിട്ട് യുദ്ധത്തിന് പോകുന്നു? ദ കിങ് ഓഫ് ദ വേൾഡ് വേഴ്സസ് കിങ് ഓഫ് ദി ഈസ്റ്റ്. സ്തോത്രം. അവിടെ ഹർമഗദോമിന് മഹായുദ്ധത്തിനായി ഒരുങ്ങുന്നു. സ്തോത്രം. നമുക്ക് അടുത്ത ആഴ്ച 3-ാം യുദ്ധവും 4-ാം യുദ്ധത്തിലേക്കും നമുക്ക് പ്രവേശിക്കുവാൻ ദൈവം കൃപ തരട്ടെ. അല്ലെങ്കിൽ ഈ രാത്രിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു ആഴമേറിയ സത്യമുണ്ട്. ഈ ബിബ്ലിക്കൽ ടെക്സ്റ്റ്, വെളിപ്പാട് പുസ്തകം സീക്വൻഷ്യലി പഠിക്കുവാൻ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വായിച്ചു പോയാൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. അതിനെ കണക്ട് ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. ഈ രാത്രിയിൽ, ഈ ദിവസങ്ങളിൽ നമുക്കിത് കണക്ട് ചെയ്യുവാനും ഇത് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളിത് വായിക്കുവാനും നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞ സീക്വൻഷ്യലി വായിക്കുക. പക്ഷേ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ റെഫർ ചെയ്ത 3 യുദ്ധങ്ങളെക്കുറിച്ചും വായിക്കുക. അടുത്ത ആഴ്ചകളിൽ നമുക്ക് അതിൻ്റെ ഫുൾനെസ്സിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ ദൈവം സഹായിക്കും. അതുപോലെ തന്നെ പ്രീമിലേനിയസിനകത്ത് ക്ലാസിക് ഡിസ്പെൻസേഷനിൽ പ്രീമിലേനിയസം ഉണ്ട്, പോസ്റ്റ് മിലേനിയസം ഉണ്ട്, അതുപോലെ തന്നെ മിലേനിയസം ഉണ്ട്. ഇതും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾ ഒന്ന് റെഫർ ചെയ്ത് ഗൂഗിളിലൊക്കെ ഒന്ന് വായിച്ച് കൺഫ്യൂസ്ഡ് ആവില്ല. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കുക. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയ നിങ്ങളുടെ തല വളരെ കടന്നു ചുറ്റും. അവിടേക്കൊന്നും പോകണ്ട. ബിക്കോസ് റെവലേഷൻ ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് എ ക്ലിയർ ബുക്ക്. അത് നമ്മൾ നല്ലതുപോലെ ആവശ്യമില്ലാത്ത കുരുക്കിനകത്ത് പോയി വീഴാതിരുന്നാൽ നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ആ കുരുക്കിൽ നിന്ന് വെളിയിൽ ഇറങ്ങത്തില്ല. വചനം നമ്മളെ, പരിശുദ്ധാത്മാവ് നമ്മളെ സ്വാതന്ത്ര്യത്തിലും സമാധാനത്തിലും സത്യത്തിലും ജീവിക്കുവാനാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നത്. ഇറ്റ് ഈസ് നോട്ട് എ സ്പിരിറ്റ് ഓഫ് കൺഫ്യൂഷൻ. സോ കൺഫ്യൂഷൻ ആകുവാനുള്ളതല്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. നമുക്ക് ഈ രാത്രി പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനാം നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ രാത്രിയിൽ ദൈവസന്നദ്ധിയിൽ ഞങ്ങൾക്ക് അല്പമായി ചിന്തിപ്പാൻ, വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് കൃപ നൽകിയനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയിൽ കർത്താവെ, ഒരു സീക്വൻഷ്യൽ സ്റ്റഡിയല്ല, ഒരു റിവീലിംഗ് സ്റ്റഡിയിലേക്ക്, ആ റെവലേഷനിലേക്ക് ഞങ്ങൾ പൂർണ്ണമായി പ്രാപിച്ചു മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ ഞങ്ങളോട് ഹൃദയമായി സ്പഷ്ടമായി ഇടപെടുന്നതിനാൽ സ്തോത്രം. ഞങ്ങളെ അന്ത്യകാലത്തിനായി സഭയെ ഒരുക്കുന്നതിനാൽ, ദൈവമക്കളെ ഒരുക്കുന്നതിനാൽ കർത്താവ്, ഈ തിരുവചനത്തിൻ്റെ വെളിപ്പാടിൻ്റെ സത്യത്തിൽ ഞങ്ങൾക്ക് മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഓരോരുത്തരുടെയും ബുദ്ധിമണ്ഡലത്തെയും ആത്മമണ്ഡലത്തെയും ഈ രാത്രിയിൽ തുറന്നു തരുമാറാകണം. അതിനെ ഞങ്ങൾ പിന്നെയും പണിതെടുത്ത് അനുഗ്രഹത്തോടെ ഞങ്ങൾക്ക് മുന്നേറുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. അടുത്ത ആഴ്ച ഞങ്ങൾ ഒന്നിച്ച് കടന്നു വന്ന് പിന്നെയും ദൈവത്തിൽ നിന്ന്, വചനത്തിൽ നിന്ന് പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണം. നന്മ കൊണ്ട് നിറയ്ക്കണം. ഈ രാത്രിയിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവേ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആഴത്തിലേക്ക് അവരെയും ദൈവം ഇറക്കണം. കോംപ്ലിക്കേറ്റഡ് അല്ല, ക്ലിയർ ആയിട്ടുള്ള പുസ്തകമായി വെളിപ്പാടിൻ്റെ പൂർണ്ണത പ്രാപിച്ചവരായി കർത്താവെ അവരും ദൈവരാജ്യത്തിൻ്റെ മക്കളാക്കി അവരെയും തീർത്ത് നിത്യതയ്ക്കായി അവരെ ഒരുക്കണം. മണവാട്ടി സഭയായി അവരെ ഒരുക്കണം. കർത്താവിൻ്റെ വരവിനായി ഞങ്ങൾ ഏവരെ ഒരുക്കണം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന് നന്ദി. യേശുവിൻ നല്ല നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും സഹവാസവും നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച ഓരോ മണ്ഡലങ്ങൾ മേലും തിരുവചനത്തിന്മേലും ഇന്നു മുതൽക്കും എന്നേക്കും
ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു. ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു ആൾ.